ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ഓറഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനു മുൻപ് ഞാനൊരു ബനാന കേക്കിൻ്റെയും വാനില കേക്കിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓറഞ്ച് കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊലിയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ പുറമേയുള്ള മഞ്ഞ ഭാഗം മാത്രമേ എടുക്കാവൂ. വെള്ള എടുക്കുകയാണെങ്കിൽ അതിലൊരു കയ്പ്പരസം വരും. പിന്നെ നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കി എടുക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കാം. പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് മീഡിയം മധുരമാണ്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1/2 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓറഞ്ച് ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കണം. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. തടി വെച്ചോ വിസ്ക് വെച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി എളുപ്പത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ബട്ടർ വേണമെങ്കിലും ഇതിന് പകരം ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രൈ ഐറ്റംസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ ഇളക്കിയെടുത്താൽ മതി. ഇളക്കുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിലോട്ടായിരിക്കണം ഇളക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഇട്ടങ്ങ് മിക്സ് ചെയ്യരുത്. അതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ എസൻസുകളൊന്നും ചേർക്കുന്നില്ല. ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാവുന്നതാണ്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും അതുകൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇത് ചേർക്കുമ്പോൾ ഒരുപാട് ഇട്ട് ഇളക്കണ്ട. എന്നാൽ ഇതെല്ലാം കൂടി ഇങ്ങ് താഴോട്ട് പോകും. കുറച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് കേക്ക് ടിന്നിലോട്ട് ഒഴിക്കുക. കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പാത്രത്തിൽ വെച്ചാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് പാത്രം ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും. ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി ഇതിനകത്ത് ഒരു റിങ് കൂടി വെച്ചിട്ടുണ്ട്. കേക്ക് ടിൻ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കരുത്. ഇതേപോലെ എന്തെങ്കിലും വെക്കണം. അതിന് ശേഷം അതിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. ഒരുപാട് ലോ ഫ്ലെയിം വേണ്ട. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ 25-30 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. അതിന് മുൻപ് ഇത് തുറന്നൊന്നും നോക്കരുത്. തുറന്ന് നോക്കിയാൽ അത് മുകളിൽ നിന്ന് താഴോട്ട് താന്നു പോകും. ഇപ്പോൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
ഇതേപോലെ ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ ഇത് കുക്കായോ എന്ന് അറിയാൻ പറ്റും. ഇത് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ ഇത് കുക്കായി. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഇളക്കി മാറ്റാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റിയുമാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല നട്ട്സൊക്കെ നല്ല എല്ലായിടത്തും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് ചേർത്തതിൻ്റെ നല്ലൊരു യെല്ലോ കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഓറഞ്ച് കേക്ക് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.